അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ദൈനംദിനം വാഹനത്തിൽ യാത്ര പോകുന്നവരാണ്. അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടായിരിക്കണം യാത്ര പോകൽ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അപകടം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ എത്ര വലിയ നല്ല ഡ്രൈവറാണെങ്കിലും മുമ്പിൽ വരുന്നവൻ ഭ്രാന്തനായി പോയാൽ കുടുങ്ങിയത് തന്നെയാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ അപകടത്തിൽ പെടാതിരിക്കാൻ വാഹനത്തിൽ കയറുന്നതിന് മുമ്പായി തവക്കൽതു അലല്ലാഹ് എന്നു പറഞ്ഞ് ഒരു ആയത്തുൽ കുർസി ഓതുക. ശേഷം 35 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുനാമം ഉച്ചരിക്കുക. എന്നിട്ട് പടച്ച തമ്പുരാനിനോട് പറയുക, അല്ലാഹുവേ, ഞാൻ യാത്രയോ തുടങ്ങുകയാണ്. എൻ്റെ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ. നിന്റെ ഹിഫ്ള് ഹിമായത്ത് തരണേ അല്ലാ എന്നു പറഞ്ഞു ഇൻഷാ അല്ലാ വാഹനത്തിൽ പാലിക്കേണ്ട മര്യാദകളും അദ്കാറുകളും എല്ലാം കൊണ്ടുവരിക. നല്ല നിയ്യത്തോടെ യാത്ര പോകുക. യാത്ര പോകുമ്പോൾ വല്ല സ്വതക്കയും നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക. അതൊരു മിഠായി വാങ്ങിയിട്ടായാലും കുഴപ്പമില്ല. കാരണം സ്വതക്ക എല്ലാ അപകടങ്ങളെയും തടയുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്ന്, മുസീബാത്തുകളിൽ നിന്ന്, വാഹനം കത്തിക്കരിഞ്ഞു പോകുക, ആക്സിഡൻറ്റിൽ പെട്ടുപോകുക, വാഹനത്തിൽ സ്ഫോടനം ഉണ്ടാകുക, വാഹനം വെള്ളത്തിൽ മറിഞ്ഞു പോകുക, വാഹനം മോഷ്ടിക്കപ്പെടുക, വാഹനം പ്രയാസത്തിൽപ്പെടുക, വാഹനം കേടുപാട് സംഭവിക്കുക തുടങ്ങിയ എല്ലാ ആഫാത്തു ബലാ മുസീബാത്തുകളിൽ നിന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് യാത്ര പോകുന്നവർ അല്ലാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ എന്നെ പ്രതീക്ഷിക്കുന്ന, എന്നെ കാത്തു നിൽക്കുന്ന എൻ്റെ പിഞ്ചുമക്കള്, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ഉമ്മമാർ, എൻ്റെ പിതാവ്, എൻ്റെ പെങ്ങള്, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാം എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് എന്ന ബോധത്തോടെയായിരിക്കണം വാഹനം ഓടിക്കേണ്ടത്. അമിത വേഗം പാടില്ല. അമിതമായ വേഗം, അമിതമായ സ്പീഡ് അത് അപകടത്തിലേക്ക് എത്തിക്കും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.